അബ്ദത്ത് ബിൻ സുലൈമാൻ അൽ മർവസി റഹ്മത്തുള്ളാഹി അലൈഹി. അബ്ദത്ത് ബിൻ സുലൈമാൻ എന്നിവർ പറയാ, ഞങ്ങൾ തുർക്കി ഭാഗങ്ങളിലൂടെ, അന്ന് റോം എന്നാ പറയാ, തുർക്കിക്കൊക്കെ ബിലാദുർ റൂം എന്നാ പറയാ, അതായത് ജോർഡാൻ മുതൽ അങ്ങോട്ട് തുർക്കി വരെ നീണ്ടു കിടക്കുന്ന പ്രദേശം. ഞങ്ങൾ ബിലാദുർ റൂമിലൂടെ ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ശത്രുക്കളെ കണ്ടുമുട്ടുകയും ഒരു യുദ്ധം ആസന്നമാവുകയും ചെയ്ത നേരം. അപ്പോ സൈന്യത്തിൽ നിന്ന് ഒരാൾ മുസ്ലിമീങ്ങളോട് ചോദിച്ചു, നിങ്ങളിൽ നിന്ന് ദ്വന്ദ്വ യുദ്ധം നടത്താൻ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ്, വൺ ടു വൺ യുദ്ധം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പോ മുഖം മറച്ചുകൊണ്ട് ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. ഒരു മണിക്കൂർ സമയം ആ ശത്രുവിനോട് പടപൊരുതി, ശത്രുവിനെ വകവരുത്തി. അതിനുശേഷം മറ്റൊരാൾ വന്നു, അയാളെയും വകവരുത്തി. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് അഭിമാനമായ വളരെ സന്തോഷകരമായ ഒരു അനുഭവം തന്ന ഇയാൾ ആരാണ് എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്നു നോക്കുമ്പോൾ ഇദ്ദേഹം മുഖം മറച്ചു പിടിച്ചിരിക്കുകയാണ്. തലപ്പാവ് കൊണ്ട് മറച്ചിട്ടുണ്ട്, ബാക്കി ഭാഗം കൈ കൊണ്ട് മറച്ചിട്ടുണ്ട്. അപ്പോ അബ്ദത്ത് ബിൻ സുലൈമാൻ എന്നവര് മർവസി, അദ്ദേഹം ആ കൈയൊന്ന് വലിച്ചു മുഖം കാണാൻ വേണ്ടി. അന്നേരം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മുബാറക് എന്നവർ പറഞ്ഞിട്ടുണ്ട്, അബൂ അംറേ, നിങ്ങളും നിങ്ങൾ എന്നെ അപമാനിക്കുകയാണോ എന്ന് പറഞ്ഞ് തന്റെ മുഖം കാണിച്ചു കൊടുത്തില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി. യാ അല്ലാഹ്. റസൂലിലെ മറ്റൊരു അനുഭവം പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സിനാൻ എന്നവര് അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂടെ മുഅ്തമർ ബിൻ സുലൈമാൻ തങ്ങളടക്കമുള്ള പ്രഗത്ഭരായ ആളുകൾ അന്നൊരു യുദ്ധമുഖത്തേക്ക് നടന്നു നീങ്ങുമ്പോ, അന്ന് റോമക്കാരുമായി നടക്കുന്ന നിരന്തരമായ പടവെട്ടുകളുണ്ട്. ആ സമയത്ത് 1 to 1 യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു റോമക്കാരൻ. മുസ്ലിമീങ്ങളിൽ 6 പേരെ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള യുദ്ധത്തിൽ 6 പേരെ വധിച്ചു കളഞ്ഞു. ആ സമയത്താണ് മുസ്ലിമീങ്ങളിൽ നിന്ന് കുതിരപ്പുറത്ത് നിന്ന് ഒരാൾ പോകുന്നത്. അബ്ദുല്ലാഹി സിനാൻ എന്നവർ പറഞ്ഞു, എന്റെ അരികത്തായിരുന്നു അബ്ദുല്ലാഹി മുബാറക് എന്നവർ. എന്നോട് പറഞ്ഞു, ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ തിരിച്ചു വരാം. ഞാനെങ്ങാനും ഈ യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് വസിയത്ത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി 6 മുസ്ലിമീങ്ങളെ വകവരുത്തിയ ആ ഒരു ദ്വന്ദ്വ യുദ്ധത്തിന് വന്ന ശത്രുവിനെ നേരിടുകയും അയാളെ വകവരുത്തുകയും അങ്ങനെ 6 പേരെയും വകവരുത്തി മുഖം മറച്ച് തിരിച്ച് കുതിരയുമായി സൈന്യത്തിലേക്ക് തിരിച്ചു വന്ന് മുഖം മൂടി ധരിച്ച് ആരാലും അറിയാതെ ബഹുമാനപ്പെട്ടവർ നിൽക്കുമ്പോഴേ തൊട്ടടുത്തുള്ള അബ്ദുല്ലാഹി ഇബ്നു സിനാൻ എന്നവർ അറിഞ്ഞു. ആ സമയത്ത് പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, അബ്ദുല്ലാഹ്, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തെങ്ങാനും ഇത് നിങ്ങൾ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ എന്നാണ് കാണുക. അതായത് ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ സംഭവം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമാവില്ല കേട്ടോ, ഞാൻ പൊരുത്തപ്പെടില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ അവരുടെ വഫാത്തിന് ശേഷമാണ് ലോകം അറിയുന്നത്. അബ്ദുല്ലാഹി മുബാറക് എന്നവർ കച്ചവടക്കാരനായിരുന്നു, ആലിമാൻ, മുഹദ്ദിസാൻ, ഫഖീഹാൻ, മുറബ്ബിയാണ്, വലിയ മഹാനായിരുന്നു. എല്ലാം അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരം ചെയ്തു. പക്ഷെ ഇതൊന്നും ആരും അറിയരുത് എന്ന് പറഞ്ഞ് ചെയ്ത് ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. അവർ ചെയ്ത സ്വതക്ക, ബഹുമാനപ്പെട്ടവര് രഹസ്യമായ തുർസൂസിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഖാദിമിന്റെ കടം വെട്ടിക്കൊടുത്ത പ്രശസ്തമായ ചരിത്രമുണ്ട്. ആരും അറിയാതെ കടം വെട്ടിക്കൊടുത്തത്. അതൊക്കെ പിന്നെ കാലങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല, അവൻ അള്ളാഹു മാത്രം എനിക്ക് കൂലി തരണം, വേറെ ആരും ഇത് അറിയേണ്ടതില്ല എന്നൊരു നിയ്യത്തോടുകൂടെ നമ്മൾ സൽക്കർമ്മം ചെയ്താൽ ആ സൽക്കർമ്മം വഴി നമ്മുടെ മരണശേഷമാണെങ്കിൽ പോലും അള്ളാഹു നമ്മുടെ സ്ഥാനവും നമ്മെക്കുറിച്ചുള്ള ചിന്തയും ജനങ്ങളുടെ മനസ്സിൽ ഖൈറാക്കി കൊടുക്കും. അല്ലാതെ നമ്മൾ പ്രശസ്തിക്ക് വേണ്ടി ചെയ്തോ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും ജനങ്ങളുടെ മനസ്സിൽ നിന്നകലും, അവരുടെ ചിന്തയിൽ നിന്നകലും, ഒരു സൽ കീർത്തിയോ അല്ലെങ്കിൽ നല്ല അഭിപ്രായമോ അവരെ സംബന്ധിച്ചുണ്ടാവുകയില്ല. സുബ്ഹാനല്ലാഹ്. അഹ്ലുൽ ബൈത്തിൽപ്പെട്ട അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ റഹ്മത്തുള്ളാഹി അലൈഹി, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ ജീവിച്ച നബി തങ്ങളുടെ പേരക്കുട്ടി അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ എന്നവരുടെ മകൻ അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ തങ്ങൾ മദീനക്കാരായ പാവപ്പെട്ട ആളുകളുടെ വീടുകളുടെ മുമ്പിൽ പാതിരാ സമയങ്ങളിൽ അവർക്ക് വേണ്ട റൊട്ടിക്ക് വേണ്ട
പൊടി, ഗോതമ്പിന്റെ പൊടി ആരാരും അറിയാതെ എത്തിച്ചു കൊടുത്തിരുന്ന മഹാൻ. അതും രാത്രിയിൽ ചുമലിലേറ്റ് നടന്ന് വീടുകളുടെ മുമ്പിലൊക്കെ വെച്ചു കൊടുത്ത് രാവിലെ നേരം പുലരുമ്പോ വീട്ടുവാതിലിക്കൽ ഭക്ഷണം ഉണ്ടാകും. ആരാണത് കൊണ്ടുവന്ന് വെച്ചത് എന്ന് പോലും അറിയില്ല. അങ്ങനെ സഹായം ചെയ്ത മഹാൻ മരണപ്പെട്ട് കുളിപ്പിക്കുമ്പോഴാണ് ദേഹത്താകമാനം തഴമ്പ് കണ്ടത്. അപ്പോഴാണ് ഇതെന്തോ ചുമന്ന് നടന്നതിന്റെ അടയാളമാണല്ലോ. അത് മദീനക്കാർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്ന രഹസ്യമായ സ്വതക്കയുടെ ഭാഗമാണ്. ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന് ശേഷമാണ് മഹാന്മാർ പറഞ്ഞത് സ്വതക്കത്തു സിറിനെ സംബന്ധിച്ച്, രഹസ്യമായ സ്വതക്കയെ സംബന്ധിച്ച് ഞങ്ങൾ അറിയുന്നത് ഈ മഹാന്റെ വഫാത്തിന് ശേഷമാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ നിസ്കാരത്തിലും നോമ്പും സ്വതക്കയും ഇതുപോലെ രഹസ്യമായി ചെയ്ത ഒരുപാട് ആളുകൾ. സുബ്ഹാനല്ലാഹ്. മൻസൂർ ഇബ്നുൽ മുഅ്തമിർ റഹ്മത്തുള്ളാഹി അലൈഹി സുബ്ഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ വലിയ ഉന്മേഷത്തോടെ ആവേശത്തോടെ ബഹുമാനപ്പെട്ട ഒരു ശിഷ്യന്മാരുടെ മുമ്പിലേക്ക് വരും, കൂട്ടുകാരുടെ മുമ്പിലേക്ക് വരും. സുബ്ഹാനല്ലാഹ്. രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ ആ ക്ഷീണമോ അല്ലെങ്കിൽ ആ ഒരു തളർച്ചയോ മറ്റുള്ളവർ അറിയരുത് എന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ടവർ ജനങ്ങളുടെ മുമ്പിലേക്ക് ഉന്മേഷവാനായിട്ടാണ് സുബ്ഹിക്ക് ശേഷം വരിക. മഹാനാണെങ്കിലോ, മഹാനായ മൻസൂർ ഇബ്നുൽ മുഅ്തമിർ എന്ന ഈ മഹാനുഭാവൻ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കാറുള്ള ആളാണ്. സുബ്ഹാനല്ലാഹ്. ഇമാം മസ്റൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജ മസ്റൂഖുൻ വഹുവ നാമ മസ്റൂഖുൻ ഫിൽ ഹജ്ജ് വഹുവ സാജിദുൻ, സുജൂദ് ചെയ്തുകൊണ്ടാണ് ഇമാം മസ്റൂഖ് തങ്ങൾ ഹജ്ജിലൊക്കെ ഉറങ്ങിയിരുന്നത് എന്നൊക്കെ പറയപ്പെട്ട അല്ലാമ മസ്റൂഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി വീട്ടുകാരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു മറ വിരിച്ച് ആ മറയുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കും. പകലിൽ വീട്ടുകാരൊക്കെ എന്ത് വർത്തമാനം പറഞ്ഞാലും പ്രശ്നമല്ല, ബഹുമാനപ്പെട്ടവരുടെ നിസ്കാരത്തെ അത് ബാധിക്കൂല. മറക്ക് പിന്നിൽ നിന്ന് നിസ്കാരം പതിവാക്കിയിരുന്ന മസ്റൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ഹസ്സാൻ ഇബ്നു അബീ സിനാൻ എന്ന വലിയ മഹാനെ കുറിച്ച് മഹാന്മാർ പറയാറുണ്ട്. ഹസ്സാൻ ഇബ്നു അബീ സിനാൻ അദ്ദേഹം ഷോപ്പ് ഉടമയാണ്. കച്ചവടത്തിന് ഷോപ്പ് തുറന്നു വെച്ചാൽ കസ്റ്റമേഴ്സ് വരാൻ സമയം എടുക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ടവര് തൊട്ട് ബാക്കിൽ ഒരു മറ വിരിച്ച് അവിടെ നിസ്കരിക്കും. ആരെങ്കിലും ഒരു കസ്റ്റമർ വന്നു എന്ന് കണ്ടാൽ ബഹുമാനപ്പെട്ടവര് ഒന്നും അറിയാത്ത പോലെ, ഒരുപക്ഷെ ഷോപ്പ് ഉടമ സ്റ്റോർ റൂമിൽ എന്തെങ്കിലും സാധനങ്ങൾ അടുക്കി വെക്കുകയായിരിക്കണം എന്ന് തോന്നത്തക്ക വിധം നിസ്കരിക്കുകയാണെന്ന് വരെ അറിയില്ല. ബഹുമാനപ്പെട്ടവര് സംസ്കാരം വേഗം നിർത്തിയിട്ട് കസ്റ്റമറുടെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ കച്ചവടം ചെയ്തിരുന്ന കച്ചവടക്കാരനായിരുന്നു ഹസ്സാൻ ഇബ്നു അബീ സിനാൻ റഹ്മത്തുള്ളാഹി അലൈഹി. സുബ്ഹാനല്ലാഹ്. ഇമാം ഇബ്രാഹിം അൻ-നഖഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് പറയാറുണ്ട്, സഹാഫ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ വീട്ടിലേക്ക് മഹാനെ കാണാനോ അല്ലെ തബറുക്കിന് വേണ്ടിയോ ദുആ അർപ്പിക്കാനോ മസ്അല ചോദിക്കാനോ ആളുകൾ കടന്നു വരുമ്പോ ബഹുമാനപ്പെട്ട ഒരു മുസ്ഹഫ് പെട്ടെന്ന് കൂട്ടിവെക്കും, ആരും കാണാതിരിക്കാൻ, അല്ലെങ്കിൽ വസ്ത്രം കൊണ്ട് മൂടി വെക്കും. അങ്ങനെ ഒരുപാട് മഹാന്മാർ ചെയ്തിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. സഹാബികളും താബിഈങ്ങളുടെയൊക്കെ കാലഘട്ടം വല്ലാത്ത അത്ഭുതമുള്ള കാലമാണ്. താബിഈങ്ങളിലെ മഹാനായ മുഹമ്മദ് ഇബ്നു വാസി റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ഇബ്നു വാസി അസ്ദി എന്നറിയപ്പെടുന്ന മഹാനുഭാവൻ, ഖുതൈബത്ത് ഇബ്നു മുസ്ലിം എന്നിവരുടെയൊക്കെ ചരിത്രങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ട് മുഹമ്മദ് ഇബ്നു വാസി എന്നവര്. ബഹുമാനപ്പെട്ടവരുടെ ഒരു സ്വന്തം ഭാര്യയുടെ കൂടെ വർഷങ്ങളോളം ഒരുമിച്ച് ഒരു തലയണയിൽ ഉറങ്ങിയിരുന്ന മഹാന്മാർ, ഇപ്പുറത്ത് ഭാര്യ ഉറങ്ങുമ്പോ ഇപ്പുറത്ത് കരഞ്ഞ് കണ്ണുനീർ കുടിച്ച് തലയണ നനയുമായിരുന്നു. പക്ഷേ അതിന്റെ ഭാര്യയുടെ ഉറക്കം പോകുമായിരുന്നില്ല. ഇപ്പുറത്ത് അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ചുള്ള ചിന്തയിൽ കരയുന്ന ഭർത്താവ്, ഇവിടുത്തെ ഉറങ്ങുന്ന ഭാര്യ. അങ്ങനെ കാലങ്ങൾ കഴിച്ചുകൂട്ടിയ ആളുകളുണ്ട്. എന്ന് പറഞ്ഞ് അങ്ങനത്തെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സ്വഹാബികളെ കുറിച്ചും താബിഈങ്ങളെ കുറിച്ചും ഒക്കെ മഹാനായ മുഹമ്മദ് ഇബ്നു വാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. ഇമാം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അന്നൊക്കെ 220 വർഷത്തോളം ഇബാദത്ത് ചെയ്ത് ജീവിച്ചിട്ട്, കഠിനമായ ഇബാദത്ത് ചെയ്ത് ജീവിച്ചിട്ട് സ്വന്തം അയൽവാസി പോലും അറിയാതെ 20 കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പിന്നെ അറിയാം. അങ്ങനെ സൽക്കർമ്മങ്ങൾ മറച്ചു വെച്ചിരുന്ന ആളുകൾ ഇമാം ഹസൻ ബസ്രി തങ്ങളുടെ കാലത്തുണ്ടായിരുന്നു എന്നൊക്കെ മഹാൻ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇന്നൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും വിളിച്ചു പറയുന്ന കാലമാണ്. സുന്നത്ത് നോമ്പെടുത്താൽ അത് വിളിച്ചു പറയും, സ്വതക്ക ചെയ്താൽ അത് വിളിച്ചു പറയും, ഒരു ദിക്ർ ചൊല്ലിയാൽ, ഒരു മജ്ലിസിലിരുന്നാൽ അത് വിളിച്ചു പറയും. അംർ ഇബ്നു ഖൈസ് റഹ്മത്തുള്ളാഹി അലൈഹി സ്വമ 20 സനതൻ സർദൻ, ബഹുമാനപ്പെട്ടവർ നിരന്തരമായി 20 കൊല്ലം നോമ്പെടുത്തിരുന്നു ഒന്നിടവിട്ട ദിവസങ്ങളിൽ. പക്ഷേ വീട്ടുകാരറിയുമായിരുന്നില്ല. അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. അംർ ഇബ്നു ഖൈസ് റഹ്മത്തുള്ളാഹി അലൈഹി വീട്ടിൽ നിന്ന് ഭക്ഷണവുമായിട്ട് വരും. ഉച്ചനേരത്ത് നോമ്പുള്ള ദിവസമാണെങ്കിൽ ആ ഭക്ഷണം ഉച്ചക്ക് കഴിക്കും.
വൈകിട്ട് കടയടച്ചുമ്പോ വീട്ടിലേക്ക് ചെന്ന് രാത്രി ഭക്ഷണം കഴിക്കും. നോമ്പുള്ള സമയത്ത് ആ ഉച്ചഭക്ഷണം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യും. വീട്ടുകാർ വിചാരിക്കും ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമെന്ന്. 20 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ജനങ്ങൾ അറിയുന്നത് സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവർക്ക് ഇത്രയും കാലം നോമ്പായിരുന്നു. അങ്ങനത്തെ ഒരു മഹാനുഭാവൻ. ഇങ്ങനെയൊക്കെ അമലുകൾ അള്ളാഹുവിന് വേണ്ടി ആരും അറിയാതെ സൂക്ഷിച്ചു വെച്ചവര്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും കാലഘട്ടത്തിൽ കണ്ണു കാണാത്ത വൃദ്ധയായ ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന മഹാന്മാരാണ് സിദ്ദീഖ് എന്നവരും ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് ത്വൽഹ റളിയല്ലാഹു അൻഹുവാണ് ഉമർ എന്നവരുടെ പിന്നാലെ. ഉമർ എന്നവര് രാത്രി ആരും കാണാതെ ചെന്ന് ഒരു വീട്ടിൽ ചെന്ന് സഹായിക്കുമായിരുന്നു. ആ വീട്ടിലേക്ക് ത്വൽഹ റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കി. എവിടേക്കാണ് ഉമർ എന്നവർ പോകുന്നത്, എന്താണ് അവിടെ ചെയ്യുന്നത്? ചെന്ന് നോക്കുമ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു കണ്ണു കാണാത്തൊരു ഉമ്മയെ ഖിദ്മത്ത് ചെയ്യാണ്. ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ നിങ്ങൾക്കറിയോ ആരായി വരുന്നത്? എനിക്കറിയില്ല മോനെ, എനിക്കറിയില്ല. പക്ഷേ ഉമർ റളിയല്ലാഹു തആല അൻഹു ആരാണെന്ന് പോലും പരിചയപ്പെടുത്താതെ ആ ഉമ്മാക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് അവിടുത്തെ വീട്ടിലെ മാലിന്യങ്ങൾ അടിച്ചുവാരി വൃത്തിയാക്കി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ എത്ര കാലമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഉമ്മ എന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട്. ഇന്നഹു യതആഹദുനി മുൻദു കദാ വ കദാ, എത്രയോ കാലമായിട്ട് ഈ മനുഷ്യൻ എനിക്ക് ഇങ്ങനെ സേവനം ചെയ്യുന്നുണ്ട്. ത്വൽഹ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, സക്കിലത്ക ഉമ്മുക യാ ത്വൽഹ ആഥറാതി ഉമറ തതതബ്ബ. ത്വൽഹ, ഉമർ എന്നവരുടെ കുറ്റമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് സ്വന്തത്തോട് തിരിച്ചു ചോദിച്ച് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയ ത്വൽഹ റളിയല്ലാഹു അൻഹു. അതൊക്കെയാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. അതായത് നന്മകൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ, അതാരും അറിയാതെ ആരെയും കാണിക്കാതെ ചെയ്യാൻ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ മഹാന്മാർ പറയും, നമുക്ക് ഇതുപോലെയുള്ള മജ്‌ലിസുൻ നൂർ പോലെയുള്ള ആത്മീയമായ സദസ്സുകൾ ഒരു മനുഷ്യന്റെ വീട്ടിൽ വേണം, നാട്ടിൽ വേണം, മസ്ജിദുകളിൽ വേണം, ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ചെയ്യണമെന്നാണ്. തൗസ് റഹ്മഹുള്ളയുടെ ഒരു ഖൗല് ആലിമീങ്ങൾ പറയാറുണ്ട്, നിഅമ സൗമഅതു റജുലി ബൈതു, നിഅമ സൗമഅതു റജുലി ബൈതു യകുഫു ഫീഹാ ബസറഹു വലിസാനഹു. നാവും കണ്ണും സൂക്ഷിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലിരുന്ന് വീട് ഒരു ആരാധനാലയമാക്കി മാറ്റാൻ കഴിയുന്ന ഒരവസ്ഥ. നിഅമ സൗമഅതു റജുലി ബൈതുഹു, അതായത് ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്‌ലിസുകൾ വീടുകളിൽ സംഘടിപ്പിക്കണം എന്നാണ് പറഞ്ഞതിനർത്ഥം. അതുകൊണ്ട് നമുക്കൊക്കെ അള്ളാഹുലേക്ക് അടുക്കാനും പടച്ചതമ്പുരാന്റെ സാമീപ്യം കിട്ടാനും നമ്മുടെ നഫ്സിനെ ശുദ്ധീകരിച്ചെടുക്കാനും അവനവന്റെ ജീവിതത്തിൽ സാധ്യമായ സമയങ്ങളിൽ ഇതുപോലുള്ള ആത്മീയ സദസ്സുകൾ സ്വന്തം വീട്ടിലും നാട്ടിലും പള്ളികളിലും മഹലിലും ഒക്കെ നടക്കട്ടെ. അങ്ങനെ അള്ളാഹുവെ ഓർത്ത് കരയുന്ന കണ്ണുകൾക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്നല്ലേ. റജുലുൻ ദഖറല്ലാഹ ഖാലിയൻ ഫഫാദത ഐനാഹ്, കണ്ണിൽ നിന്ന് കണ്ണുനീര് അള്ളാഹുവിനോർത്ത് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കണ്ണ് കരയുന്ന. അന്നൊക്കെ മഹാന്മാർ കരഞ്ഞു വാള് കേൾക്കുമ്പോഴേ അല്ലെങ്കിൽ ഉറുദി കേൾക്കുമ്പോഴേ സ്ഥലോപദേശം കേൾക്കുമ്പോഴേ മഹാന്മാർക്കൊക്കെ അന്ന് കരച്ചിൽ വന്നു കഴിഞ്ഞാൽ അവരാ കരച്ചിൽ പോലും ആരും അറിയാതിരിക്കാൻ വേണ്ടി പൊത്തിപ്പിടിക്കുമായിരുന്നു. അവരെങ്ങനെ പറയും, മാ അശദ്ദ സുഖാം, എന്തൊരു ജലദോഷമാണ് എന്ന് പറയുന്ന, ഇവിടെ അവര് ആള് കേട്ട് കരയായിരിക്കുന്ന. അള്ളാഹുവിനോർത്ത് കരയുന്ന കണ്ണുകൾക്ക് ശരീരങ്ങൾക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന. അള്ളാഹു ആ സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. നമ്മുടെ ഈ പരിപാടി